സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പെഹൽഗാമിൽ ഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവ് നീറിപ്പുകയുകയാണ്. 26 ഭാരതത്തിൻ്റെ മക്കളാണ് പെഹൽഗാമിൽ മതത്തിൻ്റെ പേരിൽ വധിക്കപ്പെട്ടത്. ഭീകരർ എന്ന് വിളിക്കുന്ന മതഭീകരവാദികൾ. ഒരു ഭീകരർ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനാവുമോ എന്ന് സംശയമാണ്. പിശാചുക്കളാണ്. പെഹൽഗാം എന്ന് പറയുന്ന കാശ്മീരിലെ ടൂറിസ്റ്റ് ഏരിയയിൽ എത്തിപ്പെട്ട ആളുകളെ തടഞ്ഞു വെച്ച് അവരുടെ മതം പരിശോധിക്കുകയും ഐഡൻറ്റിറ്റി കാർഡ് നോക്കി പേര് ചോദിച്ച് ആരെങ്കിലും പേര് മാറ്റിപ്പറഞ്ഞു എന്നറിയാൻ അവരെ കൊണ്ട് കലിമ ചൊല്ലിച്ച്, കലിമ എന്നാൽ മുസ്ലിം പ്രാർത്ഥനയാണ്, അത് ചൊല്ലിച്ച് എന്നിട്ടും സംശയം തീർന്നില്ലെങ്കിൽ വിവസ്ത്രരാക്കി സർക്കംസിഷൻ പരിശോധിച്ച് അവൻ മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവൻ്റെ തലയിലോ നെഞ്ചിലോ വെടിവെച്ച് കൊന്ന അവൻ്റെ ബന്ധുക്കളുടെ സ്നേഹിതരുടെ മുൻപിൽ വെച്ച് വെടിവെച്ച് കൊന്ന സംഭവമാണ് പെഹൽഗാമിൽ ഉണ്ടായത്. മതം മാത്രമായിരുന്നു ഇവിടെ ഒരു ക്രൈറ്റീരിയ. നിങ്ങൾ ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടണം എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടി പുറപ്പെടുവിച്ചിട്ടുള്ള അന്ത്യകൽപ്പന എന്ന് വേണം വിചാരിക്കാൻ. നവവധുവിൻ്റെ മുൻപിൽ വെച്ച് വധിക്കപ്പെട്ട നവവരനുണ്ട്, മക്കളുടെ മുൻപിൽ വെച്ച് വധിക്കപ്പെട്ട പിതാക്കന്മാരുണ്ട്, സുഹൃത്തുക്കളുടെ മുൻപിൽ വെച്ച് വധിക്കപ്പെട്ട സ്നേഹിതരുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു പോയ ഗ്രൂപ്പിൽ മുസ്ലിം സുഹൃത്തുക്കളുടെ മുൻപിൽ വെച്ച് വധിക്കപ്പെട്ടു പോയ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ട്. പെഹൽഗാമിനടുത്തുള്ള ഒരു മൈതാനം, പെഹൽഗാം എന്നുള്ളത് അനന്ത്നാഗ് ജില്ലയിലെ, കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പെഹൽഗാം എന്ന സ്ഥലം വരുന്നത്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ യാത്ര ചെയ്താൽ അനന്ത്നാഗ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തും, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തും. അവിടെ നിന്ന് വീണ്ടും ഒരു 40-45 കിലോമീറ്റർ അകലത്തിലാണ് ഈ പെഹൽഗാം എന്ന് പറയുന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് നിലകൊള്ളുന്നത്. പെഹൽഗാമിന് അനന്ത്നാഗ് ജില്ലയ്ക്ക് പാകിസ്ഥാനുമായി, പാക് ഓക്യുപ്പൈഡ് കാശ്മീരുമായി ബോർഡറുണ്ട്. അതിന് പടിഞ്ഞാറ് വശത്തുള്ളത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരാണ്. കിഴക്ക് വശത്ത് ഉള്ളത് ലഡാക്കാണ്. അപ്പോൾ ഈ ലഡാക്കിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. വാസ്തവത്തിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ബോർഡറുമായി വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ പെഹൽഗാം എന്ന് പറയുന്ന ഈ ഏരിയ ഉള്ളത്. ഈ പെഹൽഗാം എന്ന് പറയുന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കുറച്ച് ദൂരേക്ക് കയറി കഴിഞ്ഞാൽ ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്ത് വെച്ചാണ് വാസ്തവത്തിൽ ഈ ആളുകൾ കൊല്ലപ്പെട്ടത്. ഏകദേശം 6 കിലോമീറ്റർ ഉയരത്തിൽ ഈ സ്ഥലത്ത് നിന്ന്, പെഹൽഗാമിൽ നിന്ന് 6 കിലോമീറ്റർ കയറ്റം കയറി ട്രക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയാൽ എത്തുന്ന ബൈസാരൻ എന്ന് പറയുന്ന ഒരു മൈതാനം. ബൈസാരൻ എന്ന് പറയുന്ന മൈതാനത്തിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ടൂറിസ്റ്റുകൾ പറയുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ്. അതിമനോഹരമായ സ്ഥലമാണ്. കാശ്മീർ അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ അതിമനോഹരമായ സ്ഥലമാണ്. അതിലേറ്റവും മനോഹാരിത കൂടിയ ഒരു പ്രദേശമാണ് ഈ ബൈസാരൻ മൈതാനം എന്ന് പറയുന്നത്. ഇത് ഈ പെഹൽഗാം എന്ന് പറയുന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ കയറ്റം കയറിയാൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതൊന്നുകിൽ നടന്നു പോകാം, ഇല്ലെങ്കിൽ പോണി എന്ന് പറയുന്നൊരു കുതിരയുടെ പുറത്ത് കയറിയിട്ടാണ് പോവുക. അപ്പോൾ ഇത് ആളുകളെല്ലാവരോടും നടന്ന്, മിക്കവാറും നനവുള്ള പ്രദേശമാണ്, പപ്പടി ചെളിഞ്ഞ് വൃത്തികേടായി കിടക്കുന്ന വഴികളാണ്. കൂടാതെ ഈ മൃഗങ്ങളൊക്കെ ചാണകമൊക്കെ ഇട്ട് നടക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പൊതുവേ ഇവിടേക്ക് ഈ പോണിയുടെ പുറത്ത് കയറിയിട്ടാണ് യാത്ര ചെയ്യുക. പോണിയുടെ പുറത്ത് ഏകദേശം ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ യാത്ര ചെയ്താലാണ് ഈ മൈതാനത്തിലേക്ക് എത്തുക. സാധാരണഗതിയിൽ 4 പോണികളെ ഒരാൾ നയിക്കും. ഒരു ഗൈഡ്, ഒരു ടൂറിസ്റ്റ് ഗൈഡ് 4 പോണികൾ, ഒരു പോണിയുടെ മുകളിൽ ഒരാളെ കയറ്റും. അങ്ങനെ 4 പോണികളെയുമായിട്ട് ഒരു ടൂറിസ്റ്റ് ഗൈഡ് വീതമാണ് ഇത് ഈ സ്ഥലത്തേക്ക് കയറിപ്പോൾ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായ, കാപ്പി അങ്ങനെ സാധനങ്ങൾ കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ട്. വലിയൊരു മൈതാനമാണ്. കുതിരപ്പുറത്ത് 1 മണിക്കൂർ യാത്ര ചെയ്താലേ ആ മൈതാനത്തിൻ്റെ ഒരു ചുറ്റും എത്താൻ പറ്റുള്ളൂ. അത്രയും വലിയ മൈതാനമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. പക്ഷേ ഇത് ഈ ജനവാസമുള്ള സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ ഉള്ളിലാണ് എന്ന് ഓർക്കണം. അതിന് ചുറ്റും പൈൻ ഫോറസ്റ്റുകളാണ്. ഈ പൈൻ ഫോറസ്റ്റുകളിൽ ഒളിച്ചിരുന്ന മതഭീകരരാണ് ഈ മൈതാനത്തേക്ക് ബുധനാഴ്ച ഏകദേശം 2:45 മണിയോടെ ഇരച്ചു കയറുകയും ആളുകളെ തലങ്ങും വിലങ്ങും വെടിവെക്കുകയും ചെയ്യുകയും അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. 26 പേരൊന്നും ആയിരുന്നില്ല, ധാരാളം മനുഷ്യരുണ്ടായിരുന്നു. വെടിശബ്ദം കേട്ടതോടെ ആളുകൾ എല്ലാവരും മരത്തിൻ്റെ പിന്നിലേക്കോ അല്ലെങ്കിൽ ഒളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കോ ഒളിച്ചു. അപ്പോൾ മൈതാനത്തിലുണ്ടായിരുന്ന ആളുകളെ ഇവരെ പിടികൂടി അവരുടെ മതം പരിശോധിച്ച് അങ്ങനെയാണ് ഈ 1/2 മണിക്കൂർ കൊണ്ട് 26 പേരെ കൊന്നത്. അല്ലെങ്കിൽ അവരുടെ AK-47 പോലത്തെ തോക്കുകളാണ്. ഇഷ്ടംപോലെ എത്ര വെടിവെച്ചാലും തീരാത്ത ബുള്ളറ്റ്സ് ഉള്ള തോക്കാണ്. അപ്പം AK-47 ഉപയോഗിച്ച് ആളുകളെ വെടിവെച്ച് വേണമെങ്കിൽ 26 എന്നല്ല അതിൽ എത്രയോ അധികം ആളുകളെ കൊല്ലാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവർ 26 പേരെ കൊന്നുള്ളൂ. കാരണം അവർക്ക് കൃത്യമായ ഐഡന്റിറ്റി, ഇതിനകത്ത് ഒരാൾ പോലും
തങ്ങളുടെ മതത്തിൽപ്പെട്ടവരാവരുത് എന്ന് അവർക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് തെരഞ്ഞു പിടിച്ചാണ് ഇവിടെ കൊന്നിട്ടുള്ളത്. ഇതിൽ 5 മുതൽ 7 വരെ ഭീകരർ, ഇപ്പോഴും ഇതിൻ്റെ കൃത്യമായ ചിത്രം പുറത്തു വന്നിട്ടില്ല. കാരണം ആളുകൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് എത്ര ഭീകരന്മാരുണ്ടെന്ന് എണ്ണാനൊന്നും ആരും നിന്നിട്ടില്ല. അപ്പോൾ 5 മുതൽ 7 വരെ ഭീകരന്മാരുണ്ടായിരുന്നു എന്നാണ് ഈ ടൂറിസ്റ്റ് ഗൈഡുകളെയൊക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഏകദേശം സെക്യൂരിറ്റി ഫോഴ്സസിന് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ 3 പേര് എന്തായാലും പാകിസ്ഥാൻ പൗരന്മാരാണ്. ഈ 2 പേര് പാകിസ്ഥാനിൽ പോയി 5 വർഷത്തോളം ട്രെയിനിങ് സിദ്ധിച്ചിട്ടുള്ള കാശ്മീരിൽ നിന്ന് തന്നെയുള്ള ഭീകരപ്രവർത്തകരാണ്. ഇവർ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന കുപ്രശസ്തമായ ഭീകര സംഘടനയിൽപ്പെടുന്ന ആളുകളാണ്. ഇന്ത്യയിൽ അവർ അറിയപ്പെടുന്നത് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ ഇവര് ഈ സ്ഥലത്ത് ഇത് പെട്ടെന്ന് കയറി വന്നൊന്നും, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ അങ്ങ് നേരെ പാകിസ്ഥാനിൽ ഓടി വന്ന് വെടിവെച്ച് അങ്ങ് പോകുന്നൊന്നുമല്ല. ഇവരെത്രയോ നേരത്തെ ഇവിടെ കടന്നിട്ടുള്ളവരാണ്. ഇതിൽ ഒരാൾ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട വാണ്ടഡ് ആയിട്ടുള്ള ക്രിമിനലാണെന്നാണ് വിചാരിക്കപ്പെടുന്നത്. അയാൾ 5 വർഷമായി വിവിധ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിൽ കാശ്മീരിലുണ്ട്. അയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ ഒളിപ്പിക്കാൻ പറ്റിയ ഒളിവിടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവര് വളരെയേറെ ട്രെയിൻഡ് ആയിട്ടുള്ള മിലിറ്റൻസ് ആണ്. കൂടാതെ ഇത് മതത്തിന്റെ പേരുള്ള ഭീകരതയാണ്. അതുകൊണ്ട് തന്നെ ഇവർ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച് ഭൂമിയിൽ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളവരാണ്. ഇപ്പൊ സെക്യൂരിറ്റി ഫോഴ്സസ് പറയുന്നത് -10 ഡിഗ്രി ഒക്കെ വന്നാൽ പോലും ഇവർ കാട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല, കാടിന്റെ ഉള്ളിൽ താമസിക്കും. എന്നിട്ട് ഇവരുടെ ലൊക്കേഷൻസ് മാറ്റി കൊണ്ടുപോകും. ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല. അപ്പൊ സെക്യൂരിറ്റി ഏജൻസികളെ എന്തെങ്കിലും ഒരു മണം പിടിച്ച് എത്തുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് പോകും, വീണ്ടും അടുത്ത സ്ഥലത്തേക്ക്. ഇങ്ങനെ സ്ഥലങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് പിടി കിട്ടാതെ പോകുന്ന ചെറു ഗ്രൂപ്പുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അന്യമതക്കാരെ കൊന്ന് സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പൊ രാജ്യത്തിനെതിരെയുള്ള ഒരു ഭീകര പ്രവർത്തനം എന്നതിനേക്കാളേറെ ഇത് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പ് ബാക്കിലുണ്ട്. ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം രാജ്യമാണ്. പക്ഷേ ഈ വെടിവെക്കാൻ വരുന്നവനെ സംബന്ധിച്ച് അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂറിമാരാൽ നിറയ്ക്കപ്പെട്ട ഒരു സ്വർഗ്ഗമാണ്. അപ്പൊ അതിൽ എത്ര ആളുകളെ കൊന്നാൽ അതിനനുസരിച്ച് അവന് ഈ പറഞ്ഞ സംഗതിയുടെ എണ്ണം കൂട്ടിക്കിട്ടും. അത് കൂട്ടിക്കിട്ടത്തക്ക രീതിയിൽ പരമാവധി മനുഷ്യരെ കൊന്ന് അവന്റെ ഹിറ്റ് ലിസ്റ്റിലെ എണ്ണം കൂട്ടാനുള്ള ഒരു ശ്രമമാണ് അവൻ നടത്തുന്നത്. അപ്പൊ അവനൊരു ഉപകരണം മാത്രമാണ്. ഇപ്പൊ കാശ്മീരിൽ ഈ ഒരു സ്ഥലത്ത് ഇത് ചെയ്യാനുള്ള, ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് സെക്യൂരിറ്റി ഫോഴ്സസിന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ഫോഴ്സുകളുടെ പ്രസൻസ് ഉണ്ട്. കാശ്മീരിൽ മാത്രമായി 5 ലക്ഷം ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്. ഇപ്പൊ കാശ്മീരിന് ഒരുപാട് ഇന്റർനാഷണൽ ബോർഡർ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൽ ചുറ്റും കിടക്കുന്നത് പാകിസ്ഥാനും ചൈനയുമാണ്. അപ്പോൾ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബോർഡർ കാക്കേണ്ടതുകൊണ്ട് കാശ്മീരിൽ മാത്രം 5 ലക്ഷം ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായി പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് കുറഞ്ഞതായി ഒക്കെ വിമർശകർ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആവശ്യത്തിന് സെക്യൂരിറ്റി ഇല്ലായിരുന്നു ഒക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലമാണെന്നും മിലിറ്ററി ഇന്റലിജൻസ് പ്രകാരം ഈ പ്രദേശത്തൊന്നും ഈ പെഹൽഗാം എന്ന് പറയുന്ന റീജിയനിൽ തന്നെ ഇപ്പോൾ മിലിറ്റന്റ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളില്ല. ഉള്ളവനെയൊക്കെ കൊന്നു തീർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആളുകളില്ല, തദ്ദേശീയരായിട്ടുള്ള ആളുകളും ഇല്ല എന്ന് ഉറപ്പാക്കിയത് കൊണ്ടാണ് അവിടെ കുറച്ച് സെക്യൂരിറ്റി ഫോഴ്സ് കുറച്ചത്. കാരണം ഇവിടെ ടൂറിസം വലിയ തോതിൽ വളർന്നു വരികയാണ്. അപ്പൊ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആളുകൾ അങ്ങ് വരാതിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഫോഴ്സസ് വലിഞ്ഞു നിന്നതാണ്. അപ്പൊ ഇവിടെ ഈ ആക്ടിവിറ്റി നടക്കുമ്പോഴും സെക്യൂരിറ്റി ഫോഴ്സസിന് ഇവിടെ എത്തിപ്പെടാൻ 1 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട്. 2:45 തന്നെ ആരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയും അലേർട്ട് ആവുകയും, പക്ഷെ ഇവർക്ക് ഈ കയറി എത്തണം, ഓടി എത്തുകയാണ് ചെയ്തത്. ഓടാൻ അങ്ങനെ ഇഷ്ടംപോലെ വഴിയൊന്നുമില്ല. ഈ ട്രക്കിങ്ങിന് പോകുന്ന ചെറിയ വഴികളിലൂടെ കടന്നു വരണം. അപ്പോൾ ഈ വഴികളിലൂടെ കടന്ന് സെക്യൂരിറ്റി ഫോഴ്സസ് എത്തുമ്പോഴേക്കും ഭീകരർ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ് കാട്ടിലേക്ക് ഉൾവലിഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇവിടുന്ന് വനത്തിലൂടെ തന്നെ, ഈ പൈൻ ഫോറസ്റ്റിലൂടെ തന്നെ ഇവർക്ക് പാകിസ്ഥാൻ ബോർഡറിലേക്ക് എത്താൻ സാധിക്കും. അത് വളരെ ദുർഘടമായ വഴികളാണ്. പൈൻ ഫോറസ്റ്റുകളും കുന്നുകളും മാത്രമാണ്. അത് കുന്നെന്ന് പറഞ്ഞാൽ ഗർത്തങ്ങളുള്ള കുന്നുകളാണ്. പെട്ടെന്ന് കയറി ഇറങ്ങി ഓടിപ്പോകാനൊന്നും പറ്റുന്ന സ്ഥലങ്ങളൊന്നുമല്ല. അപ്പൊ അവര് ഈ കാട്ടിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഓടി, അവർക്ക് ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയില്ല. ബോർഡർ കംപ്ലീറ്റ് സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം സെക്യൂരിറ്റി ഫോഴ്സസ് ആ ഏരിയ മുഴുവൻ കോർഡോൺ ചെയ്ത് ഫോറസ്റ്റ് മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 20 ലക്ഷം രൂപ വീതം സെക്യൂരിറ്റി ഫോഴ്സുകൾ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവനെ എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ പറയും. അതോടെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകും. അല്ലെങ്കിൽ തന്നെ ഇത് വളരെ വ്യക്തമാണ്, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവര് കൃത്യമായ ഒരു ദിവസം തെരഞ്ഞെടുത്ത് ഇവിടെ വന്നതാണ്. ഇവരുടെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ്? പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം ഒരു നോർമൽസിയിലേക്ക് പോകാൻ പാടില്ല. ഇത് ഒരു ഭീകര പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിന് അംഗീകാരം കൊടുക്കുന്നത് പോലെ കാശ്മീരിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്ത് കാശ്മീരിനെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതുവരെയുള്ള ഗവൺമെന്റുകൾ. അപ്പൊ ഇവിടുത്തെ ഭീകര പ്രവർത്തനത്തിന് അംഗീകാരം കൊടുക്കുന്നത് പോലെയാണ് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ആ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒഴിവാക്കി ഇതിനെ ഒരു സാധാരണ സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് പുതിയ മോഡി ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വേറെ ഏതൊരു സ്ഥലവും പോലെ ഉള്ളൊരു സ്ഥലമാണിത്. അപ്പൊ അങ്ങനെ
ഒരു സ്ഥലമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ടൈറ്റാക്കി ഭീകരന്മാരെല്ലാം കൊന്നൊതുക്കി ഇത് സമാധാനത്തിലേക്ക് വരുന്നു. ടൂറിസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഈ പെഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം 6 ലക്ഷത്തിന് മേലെയാണ് ഒരു വർഷത്തിൽ. അപ്പോൾ അത്രയും അധികം ആളുകൾ ടൂറിസവുമായി കാശ്മീരിലേക്ക് എത്തുകയും കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഭയങ്കരമായിട്ട് ഉയരുകയും ചെയ്തു. ടൂറിസം എന്ന് പറയുന്നത് ഒരുപാട് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ കാശ്മീരികൾക്ക് മുഴുവൻ തൊഴിൽ സിദ്ധിക്കത്തക്ക രീതിയിൽ ഈ ടൂറിസം വികസിക്കുകയും അവിടുത്തെ ജീവിതം വളരെ പെട്ടെന്ന് നോർമൽസിയിലേക്ക് വരികയും ചെയ്തു. അത് തകർത്ത് കളയുക എന്നുള്ളതാണ് ഭീകരപ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇപ്പോൾ ടൂറിസ്റ്റുകളെ സെലക്ട് ചെയ്ത് വെടിവെച്ച് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു ടൂറിസ്റ്റും കാശ്മീരിലേക്ക് പോകില്ല. ഇപ്പോൾ നമ്മളുടെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ആയിരക്കണക്കിന് ടൂറിസ്റ്റ് യാത്രകൾ കാശ്മീരിലേക്കുള്ളത് ഈ ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൊത്തം എത്ര ആളുകൾ ഇത് ക്യാൻസൽ ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നാമത് കാശ്മീരികളെ പട്ടിണിയിലാക്കാം. പട്ടിണിയിലുള്ള സ്ഥലത്ത് മാത്രമേ ഭീകരവാദം നിലനിൽക്കുകയുള്ളൂ. പട്ടിണിയുള്ളത് മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ പട്ടിണി എന്നുള്ള സംഗതി അവിടെ നിലനിർത്തി ഭീകരവാദം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഇവിടെ JD വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട്. അത് കൃത്യമായിട്ട് പാകിസ്ഥാൻ സെലക്ട് ചെയ്ത് കൊടുത്ത സമയമാണ്. ഇന്ന സമയത്ത് ഇത് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുന്ന പാകിസ്ഥാനിൽ ഇരിക്കുന്ന ആളുകളാണ്. പാകിസ്ഥാൻ ആർമി ചീഫ് ആയിട്ടുള്ള ആൾക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് അസിം മുനീർ എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതി ഇന്ത്യക്കെതിരെ വളരെ പ്രകോപനപരമായ ചില പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഹിന്ദുക്കൾക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ വധിക്കപ്പെടേണ്ടവരാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഭാരതത്തെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതി കോയിൻസിഡൻസ് എന്നതുപോലെ ആ ഏപ്രിൽ 16-ാം തീയതിയാണ് അവിടെ വധിക്കപ്പെട്ട നവവരനായിട്ടുള്ള വിവാഹം നടന്നത് എന്നതുകൂടി ഇന്നലെ ഒരു TV ചാനലിൽ പറയുന്നത് കേട്ടു. അപ്പം ഇത് എന്ന് ചെയ്യണം, എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കുന്ന പാകിസ്ഥാനിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ നിശ്ചയിച്ചു വെച്ച ദിവസം ഈ JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന ദിവസം. കാരണം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അമേരിക്കയും ഒന്നും കളിയാക്കില്ല. ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. 2000-ാം ആണ്ടില് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ഇവര് 35 സിഖുകാരെ കൊന്ന് കാശ്മീർ ഒരു ആഘോഷം നടത്തിയിരുന്നു. ബിൽ ക്ലിന്റണിനുള്ള ഒരു രക്തപൂജ എന്ന നിലയിൽ ഒരു 35 സിഖുകാരെ ഇവർ കൊന്നിരുന്നു. പലപ്പോഴും ആളുകളെ കൊന്നിട്ടുണ്ട് ഈ 2000-ാം ആണ്ടിൽ. കൂടാതെ ഇതേ സ്ഥലത്ത് തന്നെ ഇത് അമർനാഥ് ബേസ് ക്യാമ്പാണ്. അമർനാഥ് എന്ന് പറയുന്ന ഹിന്ദുക്കള് സതീദേവി എന്ന് പറയുന്ന ദേവിയെ പൂജിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് അമർനാഥ് എന്ന് പറയുന്ന സ്ഥലം. ഈ അമർനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് അതൊരു അമർനാഥിലേക്ക് പോകുന്ന ഒരു ബേസ് ക്യാമ്പാണ് ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം. ഈ പെഹൽഗാമിൽ നിന്നാണ് അമർനാഥിലേക്ക് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ ഒരു ബേസ് ക്യാമ്പ് അറ്റാക്ക് ചെയ്യുകയും ആ ബേസ് ക്യാമ്പിൽ 2000-ാം ആണ്ടിൽ ഇവർ 30 പേരെ ഈ മതഭീകരവാദികൾ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാശ്മീർ ഒരു പുതിയ സംഭവമല്ല. പക്ഷേ ഇത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള കൂട്ടക്കൊലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടക്കൊലയാണിത്. രാജ്യത്തെ അപമാനിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇതിന് മൂന്നാമത്തെ ഒരു കാരണം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കുന്ന സമയം കൂടി ഇവർ ഇതിനായിട്ട് തിരഞ്ഞെടുത്തു. കാരണം എല്ലാ മുസ്ലിം രാജ്യങ്ങളുമായും ഇന്ത്യക്ക് ഇപ്പോൾ നല്ല ബന്ധമാണുള്ളത്. ആർക്കും ബന്ധമില്ലാത്ത ഇറാനോട് പോലും ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. അപ്പം മുസ്ലിം രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്നതും ഈ രാജ്യങ്ങൾക്കൊന്നും പാകിസ്ഥാനോട് താല്പര്യമില്ലാത്തതും പാകിസ്ഥാനിലെ വലിയ അസൂയ ഉളവാക്കുന്ന സംഗതിയാണ്. അപ്പൊ ആ ബന്ധത്തിനെതിരെയുള്ള അവരുടെ പ്രതിഷേധവും അവര് പാകിസ്ഥാൻ ഗവൺമെന്റ് പാകിസ്ഥാന്റെ തലപ്പത്തിരിക്കുന്നവരെ ഈ ആക്രമണം വഴി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതും പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതിനകത്തുള്ള ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിന്റെ ഒരു സൂചനയാണ്. കൂടാതെ പാകിസ്ഥാനകത്തുള്ള ഇൻസർജൻസി ഭയങ്കരമാണ്. അവിടെ ഭീകരപ്രവർത്തനങ്ങൾ ഭയങ്കരമാണ്. ഭീകരനെ പോയിട്ട് ആരും ഭീകരത കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. അവിടെ ബലൂചിസ്ഥാനിൽ ഈ കഴിഞ്ഞ 2 മാസം മുൻപ് പാകിസ്ഥാൻ സേനയ്ക്ക് വലിയ തിരിച്ചടി കിട്ടുകയുണ്ടായി. ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടു പോവുകയും അതിനോടനുബന്ധിച്ചുണ്ടായ കലഹത്തിൽ ഏകദേശം 10,500 പാക് പട്ടാളക്കാർ മരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ നാണക്കേട് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നാണക്കേടിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യണം. അതിന് അവർ ഇന്ത്യയിൽ വന്ന് ഹിന്ദുക്കളെ കൊന്നു. ഈ കൊന്ന ആളുകളുടെ എല്ലാവരുടെയും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ആ ഹെൽമെറ്റിൽ ക്യാമറകൾ ഉണ്ടായിരുന്നു. ആ ക്യാമറയിൽ ഇവർ ഈ കൊലപാതകങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നതിൻ്റെ ചിത്രം ഇവരെടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവരുടെ നാട്ടിൽ ഈ വീഡിയോ അവർ പ്രചരിപ്പിക്കും. അപ്പോൾ തൽക്കാലം മിലിറ്ററിക്ക് പിടിച്ചു നിൽക്കാൻ, അപ്പോൾ മിലിറ്ററിയുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് അവരെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ വധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഒരു ആക്ടിവിറ്റിയായി കാണിക്കാൻ വേണ്ടിയാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ഇത് അവിടെ ഒരു യൂഷ്വൽ പ്രൊസീജിയറാണ്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയ ഉടനെ അവരത് വീഡിയോ റെക്കോർഡ് ചെയ്ത് അവരുടെ നാട്ടിൽ പ്രചരിപ്പിച്ച് അവരത് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരുടെ നാട്ടിൽ അവർക്ക് കിട്ടുന്ന തിരിച്ചടികളെ ഓവർകം ചെയ്യാനുള്ള അവസരം എന്ന നിലയിൽ കൂടി അവരെ ഈ സംഗതി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കണം. നിശ്ചയമായും ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെ ഉള്ളിലും ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ചിന്തയുണ്ട്. ഗവൺമെന്റ് ഇതിന് ഉചിതമായൊരു തിരിച്ചടി നൽകും. അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടണം എന്നുള്ളത് ഒരു പ്രാഥമികമായ ഫീലിംഗ് മാത്രമാണ്. ഒരിക്കലും അത് രാജ്യത്തിനോ ആർക്കുമോ ഗുണം ചെയ്യുന്ന ഒരു സംഗതിയല്ല. പക്ഷേ ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? നിശ്ചയമായും നമ്മളുടെ നാട്ടിലെ ആളുകളുടെ ചോര വീഴ്ത്തിക്കൊണ്ട്, ഈ രാജ്യത്തെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ട് ഇവർ ചെയ്ത ഈ കടുങ്കൈ, ഇത് കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലെ ഹമാസ് ഭീകരർ കടന്നു കയറി ചെയ്ത അതേ പ്രവൃത്തിയാണ്.
അതിർത്തി ഭേദിച്ച് നിഷ്കളങ്കരായ മനുഷ്യരെ പെരുവഴിയിലിട്ട് കൊന്നൊടുക്കുക എന്നുള്ള കടുങ്കൈ ചെയ്തത് അന്ന് അവിടെ ഇസ്രായേലിൽ സംഭവിച്ച അതേ ഭീകരതയ്ക്ക് തുല്യമായൊരു സംഗതിയാണിത്. ഇവിടെ പക്ഷേ അവിടെ അവർക്ക് കടന്നു കയറിയപ്പോൾ ഒന്നും നോക്കാനുണ്ടായില്ല. ഇസ്രായേലുകളെ മാത്രം അവർക്ക് വധിച്ചാൽ മതി. ഇവിടെ കടന്നു കയറിയ സമയത്ത് ഇവിടെ മുസ്ലിങ്ങൾ സമൃദ്ധമായി ജീവിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങളെ കൊല്ലരുതെന്ന് അവർക്ക് വളരെ നിർബന്ധമുണ്ട്. ഇവിടെയുള്ള മറ്റ് മതക്കാരെ മാത്രം കൊന്നാൽ മതി. കൂടുതൽ അവർ മുറിവിൽ എരിവ് തേക്കുന്നത് പോലത്തെ ഒരു പ്രവൃത്തിയാണ് ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ മതത്തെ തിരഞ്ഞു പിടിച്ച് വധിച്ചത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധേയമായ സംഗതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ വധിക്കപ്പെട്ടത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ആ മതത്തിൽപ്പെട്ടവർ അതിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയോ എവിടെയെങ്കിലും അതിൻ്റെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയോ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഇവരെ കൊന്ന ഈ പ്രവൃത്തി ചെയ്ത ആ മതക്കാരാണ് ഇതുപോലെ തിരഞ്ഞുപിടിച്ച് വധിക്കപ്പെടുന്നതെങ്കിൽ ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുമായിരുന്നു എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്.